ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യാരറ്റും ഈത്തപ്പഴവും വെച്ചിട്ടൊരു സൂപ്പർ കേക്ക് തയ്യാറാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കാരമലും ഈത്തപ്പഴവും ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് പഞ്ചസാര ആദ്യം മെൽറ്റ് ചെയ്യാനുണ്ട്. അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇതാ പഞ്ചസാര ഒരു ബ്രൗൺ കളറായി മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി ഏകദേശം ഇങ്ങനെ തിള വരുമല്ലോ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കുറച്ചായിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു അരക്കപ്പോളം വെള്ളമായിട്ട് കുറച്ച് വറ്റിച്ചെടുക്കാനുണ്ട് കാരമൽ. ഏകദേശം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റും ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പോളം മൈദ ആവശ്യമുണ്ട്. നമുക്ക് ഇതെന്താ അരച്ചെടുക്കാം. 1.5 കപ്പ് 250 മില്ലി, കപ്പ് അളവ് 250 മില്ലിയാണ്. അപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാം, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പും കുറച്ച് കറുവപ്പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് എന്ത് ചെയ്യാം, നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഏകദേശം ബീറ്റ് ചെയ്താൽ നമുക്കതിലേക്ക് 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കുറേശ്ശായി ചേർത്ത് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം പൊന്തി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവറോ രുചി ഗോൾഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യണ്ട. ഓയിലും ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടികളുണ്ടല്ലോ, മൈദാപ്പൊടി, അത് കുറേശ്ശായി ചേർത്ത് കൊടുത്ത് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ച കാരമൽ, ഈത്തപ്പഴവും ക്യാരറ്റിലും ചേർത്ത കാരമൽ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ലോണം മിക്സാക്കി എടുക്കാം. എന്ത് ചെയ്യാം, അതിന് ശേഷം നമുക്കൊരു പാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററും കൂടി അതിലിട്ടെടുത്ത് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഏകദേശം 1 മണിക്കൂർ, 1/4 മണിക്കൂർ, 1 മണിക്കൂർ അടുപ്പിച്ചിട്ട് ആവും ഇത് വെന്ത് വരാൻ. നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.